സഹകരണ മേഖലയിലെ ആദ്യ മീഡിയ പ്രൊഡക്ഷൻ ഹൗസായ ഐക്യൂബ്സ് ലിമിറ്റഡിൻ്റെ പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷാ ബി അവർകളെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഐക്യൂബ്സ് എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ യുവ സഹകരണ മീഡിയ പ്രൊഡക്ഷൻ ഹൗസാണ്. ഇത് തുടങ്ങുമ്പോൾ എനിക്കും അറിയില്ലായിരുന്നു. പിന്നീട് അറിഞ്ഞത് ഇന്ത്യയിലെ ആദ്യത്തെയാണ്. പിന്നീടാണ് ICAയുടെ ഗ്ലോബൽ കോപ്പറേറ്റീവ് കോൺഫറൻസിന് ഡൽഹിയിൽ പങ്കെടുക്കാൻ ഒരു അവസരം ലഭിച്ചു. അന്നാണ് അറിയുന്നത് ഏഷ്യയിൽ തന്നെ മീഡിയ പ്രൊഡക്ഷൻ മേഖലയിൽ ഇങ്ങനെയൊരു യുവ സഹകരണ സംഘം ഇല്ല എന്നുള്ളത്. അതാണ് ആദ്യം തന്നെ പറയാനുള്ളത്. 2021 സെപ്റ്റംബർ 6 CM ഔദ്യോഗികമായി ഈ യുവ സഹകരണ സംഘങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത്. അന്ന് കേരളത്തിൽ 29 യുവ സഹകരണ സംഘങ്ങളായിരുന്നു. പിന്നീട് അറിഞ്ഞത് 31 ഉണ്ടെന്നായിരുന്നു. സജിസ് ബാബു സാർ പറഞ്ഞത് 46 ഇപ്പം പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. പിന്നെ വേറൊരു സന്തോഷം തോന്നുന്ന ഒരു പ്രധാന കാര്യം, ഈ 2022 കൊച്ചിയിൽ വെച്ച് നടന്ന സഹകരണ എക്സ്പോയുടെ മീഡിയ PR ഐക്യൂബ്സ് ആയിരുന്നു. അതിനുശേഷം ഇന്ന് ഈ വേദിയിൽ ഈ യുവജന സമ്മേളനത്തിൽ ആശംസ പറയാൻ ഒരവസരം ലഭിച്ചത് വളരെ സന്തോഷമായിട്ട് കരുതുന്നു. ബഹുമാനപ്പെട്ട VK പ്രശാന്ത് MLA പറഞ്ഞതുപോലെ കുറേയധികം വിമർശനാത്മകമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് പോലെ ഓഡിറ്റിൻ്റെ കാര്യം മാത്രമല്ല, സ്പീക്കർ പറഞ്ഞതുപോലെ കുറേ പ്രായം ചെന്നവരുടെ ഇടയിലേക്കാണ് ഞങ്ങൾ യൂത്ത്, അതായത് 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ളവരാണ് ഈ യുവ സഹകരണ സംഘങ്ങളിൽ അംഗങ്ങളായിട്ടുള്ളത്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് കയറി വന്നപ്പം ഈ പ്രായം ചെന്നവരുടെ ഇടയിലേക്ക് ഞങ്ങൾ യുവാക്കൾ വന്നപ്പം കുറേയധികം പ്രശ്നങ്ങളുണ്ടായി. ഞങ്ങളിപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അത് ഓഡിറ്റിലായാലും അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥർക്കിടയിലായാൽ പോലും അങ്ങനെ ഒരു പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനുള്ള പരിഹാരങ്ങളൊക്കെ ഇനി ഉണ്ടാവണം. മാത്രമല്ല, ഈ യുവസംഘങ്ങൾ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ പ്രൊമോട്ട് ചെയ്തിരുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ എനിക്കിതിനകത്ത് കൂടുതൽ പഠിക്കാൻ പറ്റി. അപ്പോൾ സ്പീക്കർ സൂചിപ്പിച്ചു പുതിയതായിട്ട് യുവ സഹകരണ സംഘങ്ങൾ എല്ലാ മേഖലകളിലും വരാമെന്ന്. നിലവിൽ ശരിക്കും പറഞ്ഞാൽ ഈ 29 സഹകരണ സംഘങ്ങളിലും ഈ ബൈലോകളുണ്ട്. ഈ സ്റ്റാർട്ടപ്പ് ഇതിനകത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ബൈലോകളിലും ഈ സ്പീക്കർ പറഞ്ഞതുപോലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാനുള്ള ബൈലോകളുമായിട്ടാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള യുവ സഹകരണ സംഘങ്ങൾ അന്ന് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോഴാണ് ഒത്തിരി വ്യത്യസ്തമായി മീഡിയ പ്രവർത്തനങ്ങളുമായി ഈ ഐക്യൂബ്സ് ലോഞ്ച് ചെയ്യുന്നത്. അതിൻ്റെ മുഴുവൻ പേര് ആർട്ടിസ്റ്റ് വെൽഫെയർ യൂത്ത് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് എന്നാണ്. ഇപ്പോൾ നിലവിൽ 52 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു പ്രൊഫൈൽ പറയുകയാണെങ്കിൽ ഞാൻ 14 വർഷം മീഡിയ മേഖലയിൽ നിന്നിട്ട് തിരുവനന്തപുരത്തൊക്കെ ഉണ്ടായിരുന്നു, കൈരളിയിലും ജയ്ഹിന്ദിലും ഒക്കെ നിന്ന് ഏറ്റവും ഒടുവിൽ ETV ഭാരതിലായിരുന്നു, റാമോജി ഫിലിം സിറ്റിയിൽ ഹൈദരാബാദിൽ. ആ ജോലി മതിയാക്കിയിട്ടാണ് 2021 യുവ സഹകരണ സംഘങ്ങൾ ഇതേപോലെ സർക്കാർ രൂപീകരിക്കുന്ന അറിഞ്ഞുകൊണ്ട് ഇതിലേക്ക് വന്നത്. ഫുൾ ടൈം ഞാനിപ്പോൾ ഇതിൻ്റെ പിന്നാലെ നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഒരു ഫുൾ ഡെഡിക്കേഷൻ എന്നുള്ള രീതിയിലാണ് എന്നോടൊപ്പം തന്നെ 52 പേര് വർക്ക് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ വർക്ക് ചെയ്ത് പോകുന്നത്. അപ്പം ഇത് മറ്റുള്ളവരിലേക്കൊന്ന് പറയാൻ, ഈ കേരളത്തിലുള്ള യുവാക്കൾക്കും യുവതികൾക്കും ഇടയിലേക്ക് പറയാനുള്ള അവസരം ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഉദ്യോഗസ്ഥരായതുകൊണ്ട് ഞങ്ങൾ ഈ പറയുന്നത് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുമെന്നോ അല്ലെങ്കിൽ ഇത് കേട്ട് എത്രത്തോളം പ്രചോദനം ഈ നാട്ടിലിനി ഉണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. പിന്നെ ഈ കുറച്ച് നാൾ കൊണ്ടായ 3 വർഷം കൊണ്ടുണ്ടായ കുറച്ച് നേട്ടം, അതാണ് ഞാൻ ഈ പേപ്പറിൽ എഴുതി കൊണ്ടുവന്നിരിക്കുന്നത്. അതെല്ലാം പറയാനുള്ളൊരു സാഹചര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ICAയുടെ ഗ്ലോബൽ കോപ്പറേറ്റീവ് കോൺഫറൻസിൽ മീഡിയ റിപ്പോർട്ടിങ്ങിന് ഐക്യൂബ്സ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ കോഴിക്കോട് നടന്ന ICAയുടെ കോപ്പിച്ച് പ്രോഗ്രാമിൽ, പിന്നെ വാമിനികോമിൻ്റെ പൂനെയിലെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അവരുടെ പ്രസിദ്ധീകരണത്തിൽ മികച്ച മീഡിയ കോപ്പറേറ്റീവായിട്ട് നമ്മളെ ഐക്യൂബ്സിനെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഇന്ത്യയിലെയും കേരളത്തിലെയുള്ള 33 മാധ്യമങ്ങളിൽ ഐക്യൂബ്സിനെ പറ്റി പ്രത്യേക ഫീച്ചറുകൾ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞത് ഫിഷറീസിൻ്റെ വർക്കുകളൊക്കെ ഏറ്റവും കൂടുതൽ ചെയ്തത് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അത് സജി മിനിസ്റ്ററുടെ എനിക്ക് നേരിട്ട് അറിയത്തൊന്നുമില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ ചെയ്ത വർക്കിൻ്റെ ഒരു ഗുണം വെച്ചിട്ടാണ് പിന്നീട് ഈ പറഞ്ഞ ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രോജക്റ്റായ തീരസദസ്സ്, അത് ഞങ്ങളാണ് 47 തീരദേശ മണ്ഡലം കൂടെ സഞ്ചരിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയത്. പിന്നെയുള്ളത് 2022 എക്സ്പോ, സഹകരണ എക്സ്പോ ചെയ്യാൻ കഴിഞ്ഞു. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഈ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ എനിക്ക് ഒരു സജഷനായി പറയാനുള്ളത് രജിസ്ട്രാറുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. ഇപ്പോൾ 29, എൻ്റെ അറിവിൽ 29 സഹകരണ സംഘങ്ങൾ, യുവ സഹകരണ സംഘങ്ങളാണുള്ളത്. ഈ എല്ലാ സഹകരണ സംഘങ്ങളുടെയും പ്രസിഡൻറ്റുമാരെയും സെക്രട്ടറിമാരെയും തിരുവനന്തപുരത്ത് മീറ്റിങ്ങിനായി വിളിച്ച് എന്താണ് ഈ നിലവിലുള്ള ബൈലോകളെന്ന് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം.
അതിൻ്റെ ഒരു കാരണം, ഇപ്പം എൻ്റെ മുന്നിൽ നിരവധി ക്യാമറകളുണ്ട്, അവരെയൊന്നും ജോലി പോകും അല്ലെങ്കിൽ പോക്കില്ല, എന്നാലും പറയുകയാണ്, ഞങ്ങളെ എല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, കൃത്യമായി ഞങ്ങളെ എല്ലാം മോണിറ്റർ ചെയ്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ, ഇപ്പോൾ ഇങ്ങനെ നടക്കുന്ന ഒരു സഹകരണ എക്സ്പോ സഹകരണ മേഖലയ്ക്കകത്തുള്ള യുവ സഹകരണ സംഘങ്ങൾക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയും. അത് ഇവൻറ്റ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ മീഡിയ, ഫുഡ് എല്ലാം ചെയ്യാൻ കഴിയുന്ന യുവ സഹകരണ സംഘങ്ങളുണ്ട്. അത് ജനങ്ങൾക്ക് മുന്നിൽ പുതിയൊരു ഐഡൻറ്റിറ്റി ആയിട്ട് നമുക്ക് വെക്കാൻ കഴിയുന്നതായിരിക്കും. അതാണ് എനിക്ക് രജിസ്ട്രാറിന് മുന്നിലേക്ക് വെക്കാനുള്ളത്. മാത്രമല്ല, നമ്മുടെ ഈ 7 സഹകരണ തത്വങ്ങളനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. ജനങ്ങൾക്ക് മുന്നിലേക്ക് ഒരു ഐഡൻറ്റിറ്റി, സഹകരണ എക്സ്പോ ഒരു പ്രധാനമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഈ സഹകരണ എക്സ്പോ നമ്മൾ ഈ പറയുന്ന 29 സഹകരണ സംഘങ്ങളെ വെച്ച് ചെയ്ത് കാണിക്കാമെങ്കിൽ അതൊരു പുതിയ ഐഡൻറ്റിറ്റി ആയിട്ട് മാറുമെന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇങ്ങനൊരു അവസരം സംസാരിക്കാൻ കുറച്ച് സമയം തന്നതിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നുണ്ട്. അവസാനിപ്പിക്കുന്നു.